പാലസ്തീൻ എന്നത് സ്വതന്ത്ര രാജ്യമാണെന്നതും പാലസ്തീൻ്റെ ഭാഗമായ ഗാസയെ ഇസ്രയേലിൻ്റെ ഓപ്പൺ ജയിലാക്കിയിരിക്കുകയാണ് എന്നതും ലോകത്തെ അറിയിക്കാതിരിക്കുന്നതിൽ സാമ്രാജ്യത്വപക്ഷ വാർത്താ ഏജൻസികളുടെയും മാധ്യമങ്ങളുടെയും ഇടപെടൽ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യത്വത്തോടെയും കൃത്യതയോടെയും പാലസ്തീൻ വിഷയത്തിൽ റിപ്പോർട്ടുകൾ നൽകുന്നതിൽ മാധ്യമങ്ങൾ പൊതുവിൽ പരാജയപ്പെട്ടിരിക്കുന്നു. സാമ്രാജ്യത്വ ലോബി മാധ്യമ മേഖലയിൽ അത്രമാത്രം ശക്തമാണ് എന്നതാണ് അതിന് കാരണം. അതിൻ്റെ സ്വാധീനം ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലും പ്രതിഫലിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയ അൽ ജസീറ ചാനലിൻ്റെ ഗാസ ബ്യൂറോ ചീഫ് വയലൽ ദഹ്ദുവിനെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നത് അർത്ഥപൂർണമാണ്. ദഹ്ദുവിൻ്റെ ഭാര്യയും മക്കളും പേരക്കുട്ടിയും ഉൾപ്പെടെ കുടുംബത്തിലെ 10-ലധികം പേർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും അചഞ്ചലമായി മാധ്യമപ്രവർത്തനം തുടരുന്ന ദഹ്ദൂദിനെ നമുക്ക് ഹാർദമായി അഭിനന്ദിക്കാം. ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പരിക്ക് കാരണം എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നത്. മാധ്യമ ഫോട്ടോഗ്രാഫി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള നല്ലൊരു സംരംഭമാണ് മീഡിയ അക്കാദമി വർഷം തോറും സംഘടിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ പ്രസ് ഫോട്ടോ ഫെസ്റ്റിവൽ ഓഫ് കേരള. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വിയറ്റ്നാം യുദ്ധഭൂമിയിലെ ചിത്രമെടുത്ത് ആഗോള പ്രശസ്തി ആർജിച്ച പുലിറ്റ്സർ സമ്മാന ജേതാവ് നിക്കൂട്ട് ഈ ഫോട്ടോ ഫെസ്റ്റിവലിൽ എത്തിയതും അദ്ദേഹവുമായി സമയം ചെലവിട്ടതും ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഇത്തവണത്തെ ഫോട്ടോഗ്രാഫി പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റായ സന ഇർഷാദ് മട്ടുവാണ്. പുരുഷ മേൽക്കോയ്മയുടെ മേഖലയായി കരുതപ്പെടുന്ന ഫോട്ടോഗ്രഫിയിൽ സ്ത്രീശക്തി തെളിയിച്ചിരിക്കുകയാണ് ഈ കാശ്മീരി യുവതി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഡാനിൽ സിദ്ദിഖിയോടൊപ്പം സന പുലിറ്റ്സർ സമ്മാനം പങ്കിട്ടിരുന്നു. തീഷ്ണതയുള്ള തൻ്റെ ചിത്രങ്ങളിലൂടെ പൊതുചരിത്രം തീർത്തിരിക്കുന്ന സനയെ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇന്ത്യയിൽ പാർലമെന്ററി ജനാധിപത്യം നേരിടുന്ന കടുത്ത വെല്ലുവിളികളെക്കുറിച്ച് ശക്തമായി പ്രതികരിക്കുന്ന മാധ്യമപ്രവർത്തകനാണ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന ആർ രാജഗോപാൽ. ഇംഗ്ലീഷ് പത്രപ്രവർത്തന രംഗത്ത് പ്രതിഭ തെളിയിച്ച മലയാളിയിൽ പ്രമുഖനാണ് രാജഗോപാൽ. അധികാര കേന്ദ്രങ്ങളുടെ തെറ്റായ സമീപനങ്ങളെയും നടപടികളെയും ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന മാധ്യമമായി കൊൽക്കത്തയിലെ ടെലഗ്രാഫ് പത്രത്തെ മാറ്റിയ പത്രാധിപരാണ് രാജഗോപാൽ. അതിലെ തലക്കെട്ടുകൾ രാജ്യത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നവയായിരുന്നു. പുതിയ പാർലമെൻറ്റ് മന്ദിരം വർഗീയാന്തരീക്ഷത്തിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ പത്രം നൽകിയ BC 2023 എന്ന ശീർഷകം വായനക്കാരുടെ മനസ്സിൽ എക്കാലവും മായാതെ നിൽക്കും. ഇതിനെല്ലാം പിന്നാലെയാണ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് രാജഗോപാലിനെ നീക്കിയത്. എന്നാൽ കേരളത്തിൽ സത്യമായ വാർത്തയോ വസ്തുതാപരമായ വിവരമോ നൽകിയതിൻ്റെ പേരിലോ സർക്കാരിനെയോ അതിന് നേതൃത്വം നൽകുന്നവരെയോ വിമർശിച്ചതിൻ്റെ പേരിലോ ഒരു മാധ്യമ സ്ഥാപനവും ഒരു മാധ്യമ പ്രവർത്തകനും ഒന്നും സംഭവിച്ചിട്ടില്ല. കേരളത്തിൽ നിലനിൽക്കുന്ന
മാധ്യമ സ്വാതന്ത്ര്യം എത്രത്തോളം ശക്തമാണ് എന്ന് തെളിയിക്കുന്നതാണിത്. സാമൂഹിക പ്രതിബദ്ധത കൈമുതലാക്കി തൻ്റെ മാധ്യമത്തിൽ തലക്കെട്ടുകൊണ്ടും വാർത്താവിന്യാസം കൊണ്ടും വായനാ സമൂഹത്തിൻ്റെ ബോധമണ്ഡലത്തിൽ മാറ്റങ്ങളുണ്ടാക്കിയ രാജഗോപാലിന് ഭാവുകങ്ങൾ നേരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പും മാധ്യമങ്ങളും എന്നടക്കമുള്ള വിഷയത്തെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലം വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കിൻ്റെ കാലം കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വയം വിമർശനവും ആത്മപരിശോധനയും നടത്തുന്നത് നന്നാവുമെന്നാണ് കരുതുന്നത്. 45 വർഷം പിന്നിടുന്ന കേരള മീഡിയ അക്കാദമിയെ ദേശീയ തലത്തിലെ മികച്ച മാധ്യമ പഠന ഗവേഷണ സ്ഥാപനമായി വളർത്തുന്നതിന് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നറിയിക്കുന്നതിൽ സന്തോഷമേയുള്ളൂ. മെട്രോ റെയിലിൻ്റെ 3ാം ഘട്ടം വികസനത്തിൻ്റെ ഭാഗമായി നിലവിലുള്ള കെട്ടിടം പൊളിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയ മന്ദിരം നിർമ്മിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്നുകൂടി അറിയിച്ചുകൊണ്ട് 2024 കേരള മീഡിയ അക്കാദമി അന്താരാഷ്ട്ര മാധ്യമോത്സവം സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.